നമസ്കാരം മച്ചാമാരെ. എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഗൺസ്കോപ്പ് മീഡിയ. അതിലെനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ ചാനലിൽ പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇട്ടിരുന്നില്ല. അപ്പോൾ നമുക്ക് കാംസ്റ്റർ, അതുപോലെ പിന്നെ വെർട്ടിഗോ, അതുപോലെ ഗിയർ കമ്പനീൻ്റെ ഒരു ഗണ്ണ്, അങ്ങനെ PCP ഗണ്ണുകൾ ഒരുപാട് നമുക്കിപ്പോൾ വിപണിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം. അപ്പോൾ നമ്മൾ അതിനൊന്നും അത്ര ഒരു ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല. അതൊന്നും നമുക്കൊരു താല്പര്യമില്ലാത്ത തോന്നി, അതിൻ്റെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ഇന്ത്യൻ മെയ്ഡ് സാധനം വന്നിട്ടുണ്ട്. അർബൻ F1 എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാനൽ കുറേ കാലം നിർത്തിവെച്ച് നമുക്കങ്ങനെ നമ്മുടെ ആ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും നല്ല പെല്ലറ്റുകൾ, നല്ല പോയിന്റുകൾ, നല്ല ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടൊക്കെ നല്ല ഗണ്ണുകൾ പറ്റിക്കപ്പെടാതെ നമുക്ക് വാങ്ങാൻ കഴിയുന്ന റേറ്റിലുള്ള ഒരു ചെറിയ ഗണ്ണ്, അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല ഗണ്ണ് കണ്ടെത്തി. അങ്ങനെ PX100 ആയിരുന്നു അത് എന്ന് നമുക്ക് പറയാം. PCP PX100 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്ത്യൻ മെയ്ഡ് ഒരു പുതിയ സാധനം വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ PX100 കുറച്ച് ബേക്കിലേക്ക് പോകും എന്നാണ്. അതായത് ഇതിൻ്റെ ഒരു ആക്യുറസിയും കൂടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും PX100 ബേക്കിലേക്ക് പോകും, ഈ ഗണ്ണ് മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഗണ്ണിൻ്റെ ഒരു പെർഫോമൻസും അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം. ഇത് ഇവരൊരു കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നത്. അതായത് PX100ൻ്റെ ഒരു നിലവാരത്തിലുള്ള വിലയ്ക്ക് നമുക്ക് ഇതിൽ എല്ലാ കോംബോ ഓഫറും കിട്ടുന്നുണ്ട്. ഈ കോംബോ ഓഫറിലെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ പിന്നെ ഉൾപ്പെടാത്തതോ അല്ല എന്തെങ്കിലും അതിൽ റീമാർക്ക് ഉണ്ടോ എന്നുള്ളതും നമുക്കൊന്ന് പരീക്ഷിക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഗണ്ണ് വന്നിരിക്കുന്നത്, പാക്കറ്റാക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. രണ്ട് കാർഡ്ബോർഡ് പെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല പാക്കിംഗ് ആണ്, നല്ല പാക്കിംഗ് ആയിട്ടാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ബോക്സ് ഇങ്ങനെയാണ്, തെർമോക്കോളൊക്കെ വെച്ച് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മളൊരു വുഡ് ഫിനിഷിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കളറൊന്നും നമ്മൾ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുതിയ ഗണ്ണായതുകൊണ്ട് അതിൻ്റെ പെർഫോമൻസിനോടാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങൾ പരിശോധിക്കാം. ഇതിലിപ്പോൾ നമുക്കിതാ PX100നെ അപേക്ഷിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബാരൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു റാഡും അതിൻ്റെ ക്ലോത്തും കാര്യങ്ങളും തന്നിട്ടുണ്ട്. പിന്നെ LNG സെറ്റ് PX100ൽ കിട്ടാറുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമുക്കിതാണ്, അതായത് ഒരു ഓറിങ് സെറ്റ് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതായത് PX100ന് നമുക്ക് ഓറിങ് സെറ്റ് തരില്ല, ഇതിൽ ഒരു ഓറിങ് സെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഫില്ലിംഗ് പ്രോബ് വന്നിട്ടുണ്ട്, അത് അതിൻ്റെ കൂടെ വന്നതാണ്. പിന്നെ ഒരു ചെറിയ സാമ്പിൾ പാക്കറ്റ് പെല്ലറ്റ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഒരു മാഗസിനൊക്കെ ഈ PX100നേക്കാളും കുറച്ച് റൗണ്ട് കൂടുതലുണ്ട്, അതുകൊണ്ട് നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സൈലൻസർ ഇതിനോട് കൂടിയാണ് വരുന്നത്. പിന്നെ PXൻ്റെ X3 മോഡലിനൊക്കെ നമുക്ക് സൈലൻസറൊക്കെ അതിൽ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അഴിക്കാനൊന്നും പറ്റില്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ത്രെഡ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന മോഡലാണ് സൈലൻസർ വന്നിരിക്കുന്നത്. ഇത് PVC തന്നെയാണ് സാധനം. ഇനി നമുക്ക് ഗണ്ണിൻ്റെ ഒരു ഏകദേശം ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. PXൻ്റെ അതേ സംഭവം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതേ ചട്ടയും കാര്യങ്ങളും അളവും മെഷർമെൻറ്റും ഒക്കെ കറക്റ്റാണ്. പിന്നെ മെക്കാനിസത്തിൽ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു വ്യത്യാസം എന്നൊന്നും പറയാനില്ല. ഇതിലെ കോക്ക് ലിവറിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ബാറ് കൊടുത്തതുകൊണ്ട് നമുക്ക് കോക്ക് ലിവർ വളരെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാം. പിന്നെ ലോക്കൊക്കെ PXൻ്റെ അതേ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സിലിണ്ടറും അതേ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാരലിൽ നമുക്ക് തുമ്പത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ട് സൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് സൈറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോംബോ ഓഫർ ആയതുകൊണ്ട് ഇവർ ഇതിൻ്റെ റിയർ സൈറ്റ് തന്നിട്ടില്ല. അപ്പോൾ സ്കോപ്പ് വിത്ത് കോംബോ ഓഫറാണ്, അതുകൊണ്ടായിരിക്കാം റിയർ സൈറ്റ് കിട്ടാത്തത്. അപ്പോൾ അതൊരു പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു റിമാർക്ക് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അത് കിട്ടിയില്ല എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ബാരലിൻ്റെ ഫ്രണ്ടിലൊരു ബോൾട്ട് ഉണ്ട്, അത് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ സൈലൻസർ ത്രെഡ് ടൈപ്പിൽ ത്രെഡ് ചെയ്ത് കയറ്റാൻ പറ്റും.
ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്. കാരണം അഥവാ സൈലൻസറിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റുന്നതിനോ റിപ്പയർ ചെയ്യുന്നതിനൊക്കെ വളരെ സ്മൂത്തായിരിക്കും. എന്തായാലും നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒതുങ്ങിയ ടൈപ്പ് ഗണ്ണാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഷൂട്ടിംഗ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ അതിൻ്റെ താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആളുകളുമായിട്ട്, എല്ലാ ഭാഗത്തുള്ള ആളുകളുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ കുറേ ഗ്രൂപ്പിൽ എല്ലാവരും വരികയും ഇതുപോലെ എയർ ഗണ്ണിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരുപാട് ആൾക്ക് നഷ്ടങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ നല്ലൊരു ഗണ്ണ് കണ്ടെത്താനും കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഞാനത് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കും. അപ്പോൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഗണ്ണിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുക, ചർച്ച ചെയ്യുക, നല്ല ഗണ്ണ്, നല്ല ആക്യുറസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുക, എങ്ങനെ ഷൂട്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ ഗ്രൂപ്പിലേക്ക് ചേരാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് നല്ലൊരു രീതിയിൽ നല്ലൊരു ഗ്രൂപ്പായിട്ട് കൊണ്ടു നടക്കാം. എല്ലാ ഭാഗത്തും ഓരോ പരിചയക്കാരൊക്കെ ഉണ്ടാകുന്നത് നല്ലതല്ലേ. അതുപോലെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.